ഇത് രണ്ടും ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല. ഇത് രണ്ടും നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ ബ്യൂട്ടി പ്രൊഡക്റ്റ് ഉള്ളടത്ത് നിന്ന് കിട്ടുന്നതാണ്. ഇത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ, ഒരു വർഷമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു പൈസ അധികം ചിലവില്ല. കൂടി എന്നാൽ ഒരു 40-50 രൂപയ്ക്ക് ഇത് വാങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു 1 ഇയർ യൂസ് ചെയ്യാം. അപ്പോൾ നല്ല പട്ട് പോലെയായി കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് വീഡിയോ കാണിച്ചു. ഹലോ, എല്ലാവർക്കും വീഡിയോയിലേക്ക് നമസ്കാരം കേട്ടോ. ഇതിൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ചെറിയൊരു പാത്രം, ഒരു കുഞ്ഞൊരു പാത്രം നമ്മൾ എടുക്കുക. അടപ്പുള്ളത് എടുക്കണം. ഇത് സിമ്പിളായിട്ടുള്ളൊരു ടിപ്സാണ് കേട്ടോ. ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം, പക്ഷെ ചെയ്യാൻ മടി ഉണ്ടാവും. പക്ഷെ നമ്മളൊരു കാര്യം ചിന്തിക്കുക, ഈ പാക്കൊക്കെ മുഖത്തിടാൻ മടിയുള്ളവർ എന്തായാലും ഇങ്ങനെയുള്ളൊരു കാര്യം സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ മതി. കാരണം എന്താ വെച്ചാൽ ഇപ്പം എനിക്കൊക്കെ ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇപ്പോഴും മുഖം ഒരു ക്ലീൻ ആയിട്ടൊക്കെ ഇരിക്കാനതും, പിന്നെ ആ ഒരു കൂടുതൽ ഡാർക്ക്നെസ് മുഖത്ത് വരാതെ ഇരിക്കുക, മുഖം സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നത് എനിക്കിത് യൂസ് ചെയ്തിട്ടാണ്. ഞാനിത് കറക്റ്റായിട്ട് ദിവസം ഒരു നേരം കണ്ടിന്യൂസ് യൂസ് ചെയ്ത് തുടങ്ങി. കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. സ്കിന്ന് ഡ്രൈ ആവില്ല. കാരണം നമുക്കൊരു 30 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, 35 വയസ്സൊക്കെ കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ ഇപ്പോൾ ഈ തണുപ്പ് കാലത്തൊക്കെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. സ്കിൻ ഡ്രൈ ആകുമ്പോൾ എന്താണ്ടാവുമെന്ന് വെച്ചാൽ മുഖത്തൊക്കെ പിഗ്മെന്റേഷൻ വരും, പിന്നെ അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് വരും, പിന്നെ കരിമംഗല്യം പോലെ വരും, മൂക്കുമ്പോൾ കറുത്തപ്പാട്. ഇതൊക്കെ വരുന്നത് സ്കിന്ന് ഡ്രൈ ആയിട്ടുള്ള ഒരു മുഖത്താണ് ഇത് പെട്ടെന്ന് വരുന്നത്. അപ്പം അത് മാറാനായിട്ട് നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. പിന്നെ ഇത് മാറാനല്ല ചെയ്യുന്നത്, ഇത് കൂടുതൽ ആവാതിരിക്കാൻ, അധികം ഇത് വരാതിരിക്കാൻ നമ്മൾ മുൻകൂർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ, ഇത് കുട്ടികൾക്ക് തൊട്ട് ചെയ്യാം. ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഒട്ടുമിക്ക പ്രശ്നങ്ങളും സോൾവ് ആയി കിട്ടും കേട്ടോ. ഇപ്പം ഇതിലേക്ക് ആദ്യം വേണ്ടത് എന്ന് വെച്ചാൽ കുറച്ച് ഗ്ലിസറിൻ. മുറിവിന് പറ്റുന്ന ഗ്ലിസറിനല്ല കേട്ടോ, അല്ലാണ്ട് തന്നെ സാധാരണ ഗ്ലിസറിൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടും. അത് കുറച്ച് ഒഴിച്ച് വയ്ക്കുക. ഞാൻ അധികമൊന്നും ഉണ്ടാക്കി വെക്കില്ല, എന്താ വെച്ചാൽ ഇതിൽ വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അത് കാരണം ഇങ്ങനെ കേടാവാതിരിക്കാൻ ഞാൻ കുറച്ച് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് വേണ്ടത് റോസ് വാട്ടറാണ് കേട്ടോ. റോസ് വാട്ടറും അതേപോലെ തന്നെ ചേർക്കുക. എന്നിട്ടത് നന്നായിട്ട് ഒന്നിങ്ങനെ ഷേക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഇത് രണ്ടും ശരിക്കും മിക്സ് ചെയ്തിട്ട് ഇത് ഒന്നുകിൽ കാലത്ത് എഴുന്നേറ്റ് മുഖമൊക്കെ ബ്രഷ് ചെയ്ത്, പല്ലൊക്കെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ മുഖം ഇങ്ങനെ ഒന്ന് ഒപ്പിയെടുക്കുക വെള്ളം. എന്നിട്ട് ഇത് മുഖത്ത് അപ്ലൈ ചെയ്യാം. നന്നായി ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വെറുതെ വിടുക. അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുളിക്കുന്ന ടൈമൊക്കെ ആകുമ്പോഴേക്കും നമുക്കത് കൊടുക്കോളും. അല്ല ചിനി രാത്രി കിടക്കുമ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. ചിലവർക്കൊരു അസ്വസ്ഥതയുണ്ട്, എനിക്ക് അസ്വസ്ഥതയുണ്ട്. ഞാൻ രാത്രി കിടക്കുമ്പോൾ ഉപയോഗിക്കാറില്ല. ഒന്നുകിൽ സന്ധ്യ നേരത്ത് വിളക്കൊക്കെ വെച്ചതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യും. എന്നിട്ട് വൈകുന്നേരം എടുക്കുമ്പോൾ കഴുകി കളയാറ് പതിവ്. പിന്നെ ഇതിലേക്ക് വേറൊരു കാര്യം കൂടി നമ്മൾ ചെയ്താൽ വളരെ നല്ലതാണ്. ഇതെന്താ വെച്ചാൽ തേനാണ്. ഇത് നാടൻ തേനാണ് കേട്ടോ. ചെറുതേൻ. ഈ ചെറുതേൻ അധികമൊന്നും വേണ്ട, കുറച്ച് 2-3 തുള്ളി മതി. ഇത് കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ടീസ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഷേക്ക് ചെയ്താലും മതി. മിക്സ് ചെയ്തിട്ട് ഇത് കുറച്ച് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ ഒഴിക്കുക. ഇത് നമ്മൾ മടി കാണിച്ച കാര്യമില്ല, ഡെയിലി അപ്ലൈ ചെയ്യാം. ഡെയിലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏജ് ആയാലും നമ്മുടെ മുഖം ചുളിയില്ല. മുഖം ചുളിയണതും ഈ ഡ്രൈ ആയിട്ടാണ് മുഖം ചുളിയണത്. അപ്പോൾ ഇങ്ങനെ അപ്ലൈ അധികം എടുക്കണ്ട, കുറച്ചെടുക്കുക, മുകളിലേക്കൊക്കെ ചെയ്ത് കൊടുക്കുക. ഇത് കണ്ണുമ്മിലും കണ്ണിൻ്റെ ചുറ്റും ഒന്നും ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കണ്ണിൻ്റെ ചുറ്റുമുള്ള കറുപ്പൊക്കെ പെട്ടെന്ന് പോകും. കാരണം ഇത് നമ്മൾ സ്ഥിരം ചെയ്യണം. മുഖത്ത് എന്തെങ്കിലുമൊക്കെ പേക്ക് ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ മടിയുള്ളവർ സ്ഥിരം ഇത് ചെയ്യാം. ഈ പടവ അത് ചെയ്യുന്നവർക്കും ഇത് ചെയ്യാം. രാത്രി കിടക്കുന്നതിന് മുൻപ് തേൻ ചേർത്ത കാരണം എനിക്ക് രാത്രി കിടക്കുമ്പോൾ തീരെ പറ്റില്ല. ഞാൻ അങ്ങനെ വെച്ചാൽ കാലത്ത് ചെയ്യും, അതല്ലാത്തത് 30 നേരം ചെയ്യും. ഒരു 3 മണിക്കൂർ നേരം നമ്മുടെ മുഖത്ത് ഇത് ഉണ്ടായാൽ നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് വെറുതെ പ്ലെയിൻ വാട്ടർ കൊണ്ട് മുഖം കഴുകി കളയുക. സിമ്പിളായിട്ട് കണ്ട് കഴുത്തിലൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ കഴുത്തിൽ ചെയ്യേണ്ടതെന്ന് നോക്കാം, കഴുത്തിൽ ചെയ്യാം. അപ്പോൾ ഈ ബാക്കിലുള്ള കറുപ്പൊക്കെ പോകും. 1 ദിവസം 2 ദിവസം കൊണ്ടല്ല അത് മാറുക. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമാക്കി കൊണ്ടുവരിക. കാരണം ഏജ് ആവുക എന്ന് പറഞ്ഞാൽ അത് ഒരു സത്യമാണ് ഉണ്ടാവും. ഏജ് ആവും തോറും എന്തായാലും കുട്ടികളുടെ പോലെ സ്കിന്ന് ഇരിക്കില്ല, സോഫ്റ്റൊക്കെ മാറി ഡ്രൈ ആവും. അപ്പോൾ ആ സോഫ്റ്റ് മാറി ഡ്രൈ ആവാതിരിക്കാനായിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്യാം. ഒരു 20 വയസ്സൊക്കെ തൊട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങിയാൽ അതങ്ങനെ ഇത് നമുക്കൊരു സ്ഥിരമാക്കി മാറ്റും. അതൊരു
കുറേ നാളടുപ്പിച്ച് പറ്റുമ്പോൾ സ്കിന്നിന് ഒരു തരി പോലും ചുളിവ് വരില്ല. പിന്നെ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടിരിക്കും. ഇത്ര ഏജ് ആയി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. കാരണം ഈ വരകൾ വരില്ല. ഏജ് ആകുമ്പോൾ ഇങ്ങനെ വര വരിക, പിന്നെ കണ്ണിൻ്റെ ചുറ്റും ചിരിക്കുമ്പോഴൊക്കെ ചുളിവ് വരിക, ഇതൊക്കെ മാറാനായിട്ട് ഇത് നല്ലതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കറിയാവുന്ന 1-2 പേർക്കെങ്കിലും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രേ വേണ്ടോ. അപ്പം അത് എല്ലാവർക്കും ചെയ്യാം. ഒരു പ്രായമായിരിക്കും 50-60 വയസ്സായിരിക്കൊക്കെ ചെയ്യാം കേട്ടോ. ചെയ്തു തുടങ്ങിയ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്കിതിൻ്റെ അറിയില്ല. ഒരാഴ്ചയൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സോഫ്റ്റായിട്ട് വരുന്ന പോലെ തോന്നും. നമുക്ക് സ്കിന്ന് തൊടുമ്പോഴൊക്കെ സോഫ്റ്റായ പോലെ. പിന്നെ അതേപോലെ തന്നെ നമുക്കിങ്ങനെ വലിച്ചിൽ വരില്ല. പിന്നെ കറുപ്പൊക്കെ ഒന്ന് കുറഞ്ഞ പോലെ വരും. അത് പിന്നെ സ്ഥിരമാക്കി കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ സ്കിൻ വളരെ ബെസ്റ്റ് സ്കിന്നായി മാറും. അപ്പോൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് തരണം. ഇഷ്ടപ്പെട്ടു ചെയ്യും. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ, സീ യു.